Hello friends, welcome to Gleanly Presents Victory Lab. 2026 RRB undergraduate aspirants വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ത്രൂ 2026 RRB NTPC ഗ്രാജുവേറ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ സീരീസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 17/3/2026 ഫസ്റ്റ് ഷിഫ്റ്റ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. The revised methodology from 2026 for calculating green credit for tree plantation requires certain thresholds before a claim can be submitted, which is the correct eligibility pair. ഓക്കെ, നമ്മുടെ 2025 റിവൈസ്ഡ് മെത്തഡോളജി പ്രകാരം ഗ്രീൻ ക്രെഡിറ്റ് കമ്പനികൾക്ക് ഗ്രീൻ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രീ പ്ലാന്റേഷനിലൂടെ ഗ്രീൻ ക്രെഡിറ്റ് കിട്ടാനുള്ള ത്രഷോൾഡ് ആ ഒരു എലിജിബിലിറ്റി പെയർ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 5 years റീസ്റ്റോറേഷൻ പ്ലസ് 40% കനോപ്പി ഡെൻസിറ്റിയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനികളൊക്കെ അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ പൊല്യൂഷൻ ഉണ്ടായാലും അത് ഗ്രീൻ ക്രെഡിറ്റിലൂടെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ട്രീ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം 5 വർഷം റീസ്റ്റോറേഷനും അതിൻ്റെ കൂടെ 40% ഫോറസ്റ്റ് കനോപ്പി ഡെൻസിറ്റിയും ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രീൻ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. As of December 2025, under the Pradhan Mantri Jan Dhan Yojana, eligible account holders can access overdraft facility up to ഡിസംബർ 2025 പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ഡിസംബർ 2025 പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം ഡിസംബർ 2025 എലിജിബിൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന് എത്രത്തോളം ഓവർ ഡ്രാഫ്റ്റ് ആണ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്ന്. അതായത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ കൂടാതെ എക്സ്ട്രാ കുറച്ച് എമൗണ്ടും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ട് സീറോ ആയാലും എക്സ്ട്രാ കുറച്ച് എമൗണ്ടും കൂടെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപ വരെ അവർക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റും ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ. വിച്ച് ഡൈനാസ്റ്റി റൂൾഡ് ഓവർ കനൗജ് ഡ്യൂറിംഗ് ദ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എല്ലാവർക്കും അറിയായിരിക്കും. കനൗജ് എന്ന് പറയുന്ന സ്ട്രാറ്റജിക് പോയിന്റിന് വേണ്ടിയിട്ട് 3 കിങ്ഡം തമ്മിലുള്ള യുദ്ധമാണ് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇതിലുണ്ടായിരുന്ന കിങ്ഡംസ് എന്ന് പറയുന്നത് രാഷ്ട്രകൂടാസ്, അതുപോലെ പാലാസ് ആൻഡ് ഗുജാര പ്രതികാരാസ് ആണ്. ഓക്കെ, ആ സമയത്ത് കനൗജ് റൂൾ ചെയ്യുന്നത് ഏത് കിങ്ഡം ആണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഗുജാര പ്രതികാരാസ് ആണ്. ഓക്കെ, പാലാസ് ഇതിനുവേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, വാർ നടത്തിയിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രകൂടാസും വാർ നടത്തിയിട്ടുണ്ട്. ചാലുക്യ ഇതിലൊന്നും പെടുന്ന ആളല്ല. പക്ഷേ ആ സമയത്ത് ഗുജാര പ്രതികാരാസ് ആണ് എന്ത് ചെയ്തത്, കനൗജിനെ റൂൾ ചെയ്തിരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ഡി. Which of the following methods was characteristically adopted by the moderates during the early phase of Indian national movement? മോഡറേറ്റ്സ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഏർലി ഫേസിൽ അഡോപ്റ്റ് ചെയ്തിരുന്ന മെത്തേഡ്സ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇത് എക്സ്ട്രീമിസ്റ്റ് ചെയ്തിരുന്നതാണ്. അതുപോലെ സ്വദേശി മൂവ്മെൻറ്റ് മഹാത്മാഗാന്ധി വന്നതിന് ശേഷം വന്നതാണ് സ്വദേശി മൂവ്മെൻറ്റ് 1920-21 ടൈമിൽ. ഓക്കെ, 1920-1921 ടൈമിൽ നമ്മുടെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൽ സ്വദേശി മൂവ്മെൻറ്റ് ചെയ്തിരുന്നു. പ്രൊമോഷൻ ഓഫ് വെദിക് എഡ്യൂക്കേഷൻ അല്ല, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആണ് മോഡറേറ്റ്സ് എടുത്തിരുന്നത്. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എടുത്തിരുന്നത് നമ്മുടെ ലാൽ ബാൽ പാൽ എക്സ്ട്രീമിസ്റ്റ്സ് ഒക്കെയാണ് 1905 ഈ ഒരു ബോയ്ക്കോട്ടിംഗ് ഒക്കെ ചെയ്തിരുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു സെൻസസ് 2011, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഷോഡ് എ നെഗറ്റീവ് ഡെക്കാഡൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ബിറ്റ്വീൻ 2001 ആൻഡ് 2011? 2001-2011 വന്നപ്പം ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ് നെഗറ്റീവ് ഡെക്കാഡൽ ഗ്രോത്ത്, പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് 10 വർഷത്തെ ഗ്രോത്ത് റേറ്റ് എടുക്കുകയാണെങ്കിൽ അത് നെഗറ്റീവിലേക്ക് പോയത് ഏത് സംസ്ഥാനമാണെന്നാണ്. ഇതിൻ്റെ ഉത്തരം നാഗാലാൻഡ് ആണ്. ഓക്കെ, നമ്മൾ സെൻസസ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് -0.6 അഥവാ -0.58 എന്നൊക്കെ പറയും. അത്രയും പെർസെൻറ്റേജ് നെഗറ്റീവ് ഡെക്കാഡൽ ഗ്രോത്ത് റേറ്റ് ആണ് നാഗാലാൻഡിലുണ്ടായത്. ആകെ നെഗറ്റീവ് ഡെക്കാഡൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായ ഒരേ ഒരു സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഓക്കെ, 0.6 ഹൈഫൺ അല്ല, ഇത് പോയിന്റ് ആണ്. 0.6%, നെഗറ്റീവ് 0.6%. By November 2025, non-fossil power accounted for what percentage of the total installed electricity capacity in India? ഇന്ത്യയുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റിയിൽ നോൺ ഫോസിൽ പവർ ആയിട്ടുള്ള, അതായത് നമ്മുടെ റിന്യൂവബിൾ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള, ഗ്രീൻ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കറണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്നാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 51.5%. Which North Indian fair held every 12 years in a major Hindu pilgrimage event at പ്രയാഗ്രാജ്? പ്രയാഗ്രാജിൽ ഓരോ 12 വർഷവും നടക്കുന്ന ഹിന്ദു പിലിഗ്രിമേജ് ഹിന്ദു പിലിഗ്രിമേജ്
ഫെയർ ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, പ്രയാഗ്രാജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയായിരിക്കും ഇത് കുംഭമേളയാണ്. ഓക്കെ, കുംഭമേള നടക്കുന്നത് പ്രധാനമായിട്ടും 4 സ്ഥലങ്ങളിലാണ്. അതായത് നമ്മുടെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഗംഗാ യമുന സരസ്വതി സംഗമം, ത്രിവേണി സംഗമത്തിൽ അവിടെ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഹരിദ്വാർ, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്ത് വെച്ച് നടക്കും. അതുപോലെ നാഷിക്കാണ് 3ാമത്തെ സ്ഥലം. മഹാരാഷ്ട്രയിൽ ഗോദാവരി നദിയുടെ തീരത്തുള്ള നാഷിക്കും പിന്നെ നമ്മുടെ മധ്യപ്രദേശിലെ ക്ഷിപ്ര നദിയുടെ തീരത്തുള്ള ഉജ്ജയിനും. അപ്പം പ്രയാഗ്രാജ്, അതുപോലെ ഹരിദ്വാർ, നാഷിക്, ഉജ്ജയിൻ, ഇതൊക്കെയാണ് 4 സ്ഥലങ്ങൾ കുംഭമേള നടക്കുന്നത്. അതുപോലെ 12 വർഷം കൂടുമ്പോൾ നടക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? പൂർണ്ണകുംഭം എന്ന് പറയും. ഓക്കെ, പൂർണ്ണകുംഭമാണ് 12 വർഷം കൂടുമ്പോൾ നടക്കുന്നത്. 6 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് അർദ്ധകുംഭ്, അല്ലെങ്കിൽ ഹാഫ്. അർദ്ധകുംഭം എന്ന് പറയുന്നത് 6 വർഷം കൂടുമ്പോൾ നടക്കും. പൂർണ്ണകുംഭ് 12 വർഷം. ഇനി 144 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ മഹാകുംഭം എന്ന് പറയുന്നത്, മഹാകുംഭ്. അതുപോലെ ഹെമിസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ലഡാക്കിലാണ്. സൂരജ് കുണ്ട് മേള നടക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുഷ്കർ മേള രാജസ്ഥാനിലെ അജ്മറിലാണ് നടക്കുന്നത്. ഓക്കെ, വിച്ച് കോർ കമ്പോണന്റ് ഓഫ് വിൻഡോസ് OS is responsible for handling low level operations such as memory management and process scheduling? ലോ ലെവൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള മെമ്മറി മാനേജ്മെൻറ്റും പ്രോസസ് സ്കെഡ്യൂളിംഗ് ഒക്കെ ഇതിലേതാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം വിൻഡോസ് കേർണലാണ്. വിൻഡോസ് കേർണലാണ് ഇതുപോലുള്ള ലോ ലെവൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. വിൻഡോസ് എക്സ്പ്ലോറർ എന്താണെന്ന് നമുക്കറിയാം, നമ്മളെ ഫയൽ മാനേജറാണ്. വിൻഡോസിൽ നമ്മൾ ഫയൽസ് ഫോൾഡേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്നത് വിൻഡോസ് എക്സ്പ്ലോററിലൂടെയാണ്. ഈ ടാസ്ക് ഷെഡ്യൂളർ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഡെയിലി ഒരു റൊട്ടീനായിട്ട് ചെയ്യുന്ന കുറച്ച് ടാസ്കുകൾ കാണും. ഓരോ ഇപ്പോൾ കലണ്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ടൈം അങ്ങനെയൊക്കെയുള്ള അത് മാത്രമല്ല വേറെ നമ്മുടെ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ടാസ്കുകൾ ചെയ്യും. അപ്പം അങ്ങനെ ഉള്ള ടാസ്കുകൾ ചെയ്യുന്നത് ആ ഒരു ഇതിനെയാണ് ടാസ്ക് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. അതുപോലെ സർവീസ് കൺട്രോൾ മാനേജർ എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ ചില ഇൻസ്റ്റാളേഷൻസ് കോൺഫിഗറേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അതുപോലെ ഓപ്പറേഷൻ സിസ്റ്റംസ് ഒക്കെ കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരും. അതൊക്കെ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യുന്ന ആരാണ്? സർവീസ് കൺട്രോൾ മാനേജറാണ്. Under the Citizenship Act 1955, which section governs the grant of citizenship when a new territory becomes part of India? ഒരു പുതിയ ടെറിട്ടറി ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഗ്രാൻഡ് ചെയ്യുന്ന അത് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ഏത് സെക്ഷൻ ആണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്ഷൻ 7 ആണ്. ഓക്കെ, സെക്ഷൻ 7 ആണ് എന്ത് ചെയ്യുന്നത്? ഒരു പുതിയ ടെറിട്ടറി നമ്മുടെ രാജ്യത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നത്? അവിടെയുള്ള സിറ്റിസൺസിന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. ഇനി സെക്ഷൻ 5 എന്താണെന്ന് നോക്കുവാണെങ്കിൽ രജിസ്ട്രേഷൻ വഴി നമുക്ക് സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ വഴി അക്വയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ, അതുപോലെ ഇന്ത്യയിലുള്ള ഒരാളുമായിട്ട് മാരീഡ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സെക്ഷൻ 6 ആണെങ്കിൽ നാച്ചുറലൈസേഷൻ ആണ്. അതായത് നമ്മളിവിടെ തന്നെ താമസിച്ച് ഒരു ഇത്ര നാൾ ഇവിടെ തന്നെ താമസിച്ച് അതിനൊരു കുറച്ച് റിക്വയർമെൻ്റ് ഉണ്ട്. അങ്ങനെ താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നാച്ചുറലൈസേഷൻ വഴി നമുക്ക് ആ സിറ്റിസൺഷിപ്പ് കിട്ടും. അതാണ് ഫോറിനേഴ്സിനൊക്കെ കിട്ടും. അതാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 9 എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സിറ്റിസൺഷിപ്പ് പോകാനുള്ള ഒരു ഇതാണ്, അതായത് ഡിറ്റർമിനേഷനാണ്. ഇപ്പം മറ്റൊരു രാജ്യത്തെ ഫോറിൻ കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് ഇവിടത്തുള്ള ആൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ആയി പോകും. അതാണ് സെക്ഷൻ 9. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് കൺട്രിയാണ്. സെക്ഷൻ 8 എന്ന് പറയുന്നത് റിനൗൺസിയേഷൻ ഓഫ് സിറ്റിസൺഷിപ്പാണ്. അതായത് നമുക്ക് നമ്മുടെ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വേണമെങ്കിൽ വോളണ്ടറിലി വയ്ക്കാം. അതിനെയാണ് ഇന്നെന്ന് പറയുന്നത് റിനൗൺസിയേഷൻ. അതാണ് 8 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സെക്ഷൻ 10 ഉണ്ട്. സെക്ഷൻ 10 എന്ന് പറയുന്നത് ഡിപ്രവേഷൻ ഓഫ് സിറ്റിസൺഷിപ്പാണ്. അതായത് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമായിട്ട് തന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പ് എടുത്ത് കളയുന്നതിനെയാണ് സെക്ഷൻ 10 പറയുന്നത്. അതാണ് ഡിപ്രവേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. അതുപോലെ സെക്ഷൻ 3 എന്ന് പറയുന്നത് ബൈ ബർത്ത് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണ് സെക്ഷൻ 3 പറയുന്നത്. ആൻഡ് സെക്ഷൻ 4 പറയുന്നത് ഡിസെൻറ്റ് വഴി, അതായത് പുറത്ത് രാജ്യത്ത് ജനിച്ചു എന്നാൽ നമ്മുടെ പാരൻസ് ഇന്ത്യൻ ഒറിജിനാണ്, അതുവഴി നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാം. അപ്പോൾ അത്രയാണ് മെയിനായിട്ടും സിറ്റിസൺഷിപ്പ് ആക്ടിൽ പറയാനുള്ളത്. Which of the following athletes clinched the women's 100 meter hurdles gold at the World Athletics Championship Tokyo 2025 on 15th September? വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ടോക്കിയോ 2025 വുമൺസ് കാറ്റഗറിയിൽ 100 മീറ്റർ ഹഡിലിൽ ഗോൾഡ് നേടിയത് ഏത് അത്ലീറ്റാണ്? ഓക്കെ, ഇതിൻ്റെ ഉത്തരം ദിതാജി കമ്പുഞ്ചി. ഓക്കെ, ഇതൊരു
സ്വിറ്റ്സർലാൻഡുകാരിയാണ്. ഓക്കെ, സ്വിറ്റ്സർലാൻഡ് അത്ലീറ്റ് ആണ്. ഓക്കെ, which 2025 event by the United Nations highlights that member states continue to ratify a variety of multilateral treaties across human rights, the environment, penal law, and the law of the seas, among others. അതായത് 2025 യുണൈറ്റഡ് നേഷൻ്റെ ഏത് ഇവൻറ്റിലാണ് അതിലെ മെമ്പർ കൺട്രീസ് കൂടുതൽ മൾട്ടിലാറ്ററൽ ട്രക്റ്റുകൾ, ഈ ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ എൻവയോൺമെൻറ്റ് പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ട്രക്റ്റുകൾ കണ്ടിന്യൂ ചെയ്യും, സൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഏത് ഇവൻറ്റിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം 2025 ട്രക്റ്റി ഇവൻ്റ് ആണ്. ട്രക്റ്റി ആലോചിച്ച് വെച്ചാൽ മതി. ട്രക്റ്റി ഇവൻ്റ് ആണ് 2025 ട്രക്റ്റി ഇവൻറ്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 39 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 39 എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 39 നമ്മൾ പഠിച്ചിട്ടുണ്ട്. LDC ഗോസ് ടു PHC. എല്ലാവർക്കും ലൈവ്ലിഹുഡിനുള്ള സോഴ്സസ് കൊടുക്കണം. വെൽത്ത് അതുപോലെ റിസോഴ്സൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് അതുപോലെ റിസോഴ്സസ് തടയണം. പി എന്ന് വെച്ചാൽ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. വർക്കേഴ്സിൻ്റെയൊക്കെ ഹെൽത്ത് അതുപോലെ ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഹെൽത്ത് നോക്കണം. അതുപോലെ എല്ലാം എന്താണ് PHC. സി എന്ന് വെച്ചാൽ ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷൻ അതുപോലെയുള്ള ഹെൽത്തൊക്കെ നോക്കണം. അതാണ് സി. ഓക്കെ, അപ്പം ഇവിടെ നോക്കണേ ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഇതേതാണ്? ആർട്ടിക്കിൾ 48 ആണ്. ആർട്ടിക്കിൾ 48 ആണ് അഗ്രികൾച്ചർ ആനിമൽ ഹസ്ബൻഡറി. ഇതെല്ലാം എന്തിലാണ് വരുന്നത്? നമ്മുടെ DPSPയിൽ വരുന്ന കാര്യങ്ങളാണ്. ടു എൻഷുർ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഈക്വൽ ജസ്റ്റിസ് ഫ്രീ ലീഗൽ എയ്ഡ് ഇതിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 39A ആണ് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ടു പ്രൊമോട്ട് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആണെങ്കിൽ ആർട്ടിക്കിൾ 40 ആണ്. ഓക്കെ, വിച്ച് നെയിം ഈസ് ഗിവൺ ടു ദ സദേൺ സ്ട്രെച്ച് ഓഫ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ സദേൺ സ്ട്രെച്ചിന് കൊടുത്തിരിക്കുന്ന പേര് ഏതെന്നാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഗുജറാത്ത് വരും, അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മഹാരാഷ്ട്ര, ദെൻ ഗോവ, കർണാടക വന്ന് കേരളം, ദെൻ ഇങ്ങനെ വന്നിട്ട് തമിഴ്നാട്, ആന്ധ്രയൊക്കെ കഴിഞ്ഞ് ഒറീസയൊക്കെ കഴിഞ്ഞ് ഇതേ വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഇരിക്കുന്നത്. ഇതിൽ ഈ ഒരു പാർട്ടിന്, ഇത്രയും ഭാഗത്തിന് പറയുന്നതാണ് കച്ച് കോസ്റ്റ്. ഓക്കെ, കച്ച് കോസ്റ്റ് എന്ന് പറയും. അതുപോലെ ഈ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് കത്യവാർ കോസ്റ്റ്. കച്ച് കോസ്റ്റ്, കത്യവാർ. പിന്നെ ഇതാ മഹാരാഷ്ട്ര വരെയുള്ള ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് ഗുജറാത്ത് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മഹാരാഷ്ട്ര ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ഗുജറാത്ത് സ്റ്റേറ്റ് ആണ്. ഈ ഭാഗത്തിന് എന്തെന്ന് പറയും? നമ്മുടെ ഗുജറാത്ത് പ്ലെയിൻ എന്ന് പറയും. ദെൻ മഹാരാഷ്ട്ര മുതൽ ഗോവ എൻഡ് വരെ, ഇവിടെ ഗോവ ഉണ്ട്, ഗോവ എൻഡ് വരെ പറയുന്നതാണ് കൊങ്കൺ കോസ്റ്റ്. ഓക്കെ, ഇത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ സദേൺ സ്ട്രെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. കൊങ്കൺ കോസ്റ്റ് മഹാരാഷ്ട്ര ടു ഗോവയാണ്. ദെൻ കർണാടകയുടെ റീജിയൻ ഇവിടെ കേരളം വരും. കർണാടകയുടെ റീജിയൻ നമ്മൾ കന്നഡ കോസ്റ്റ് എന്ന് പറയും. ഏറ്റവും സദേൺ മോസ്റ്റ് കേരളത്തിൻ്റെ ആ ഒരു ഭാഗത്തെ നമ്മൾ മലബാർ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് ഉത്തരം. മലബാർ കോസ്റ്റാണ് സദേൺ സ്ട്രെച്ച്. ദെൻ ഇവിടെ തമിഴ്നാട് മുതൽ ആന്ധ്രയുടെ പകുതി വരെയൊക്കെ കോറമണ്ടൽ കോസ്റ്റാണ്. കോറമണ്ടൽ കോസ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്രയുടെ പകുതിയിൽ നിന്ന് ഒറീസയുടെ എൻഡ് വരെയൊക്കെ നോർത്തേൺ സിർക്കസ് എന്ന് പറയും. നോർത്തേൺ സിർക്കസ്. ഓക്കെ, ഒഡീഷ മാത്രം ഉള്ള ഒരു ഏരിയ ഉണ്ട്. ഒഡീഷ മാത്രമുള്ള ആ ഒരു ഏരിയയെ നമ്മൾ ഉത്കൽ പ്ലെയിൻ എന്നും പറയും. ഓക്കെ, ഉത്കൽ പ്ലെയിൻ എന്നും പറയും. എന്നാൽ ആന്ധ്രയുടെ പകുതി മുതൽ ഒഡീഷ കംപ്ലീറ്റ് ആയിട്ട് നോർത്തേൺ സിർക്കസ് എന്നും പറയും. ഒഡീഷ കഴിഞ്ഞ് വെസ്റ്റ് ബംഗാൾ റീജിയനെ നമ്മൾ ബൈഗ പ്ലെയിൻ എന്നും പറയും. ഓക്കെ, ബൈഗ പ്ലെയിൻ. ഇതൊന്ന് ഓർത്ത് വയ്ക്കണം. വിച്ച് മിഷൻ അനൗൺസ്ഡ് in August 2025 aims to provide India with a multi-layered indigenous air and missile defense system. ഇന്ത്യയിൽ ഓഗസ്റ്റ് 2025 അനൗൺസ് ചെയ്ത ഏത് മിഷനാണ് ഇന്ത്യക്ക് ഒരു മൾട്ടി ലെയർഡ് ഇൻഡിജിനസ് എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം പറയുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം മിഷൻ സുദർശൻ ചക്രയാണ്. മിഷൻ സുദർശൻ ചക്രയിലൂടെയാണ് എന്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മൾട്ടി ലെയർഡ് അയൺ ഡോം, നമ്മുടെ ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലുള്ളൊരു ടെക്നോളജി ഇന്ത്യക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മിഷൻ ശക്തി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് 2019 വന്നൊരു മിഷനാണ്. ഇതിലൂടെ നമുക്കൊരു ആൻറ്റി സാറ്റലൈറ്റ് ടെക്നോളജി കൊണ്ടുവരിക. അതായത് ലോവർ എർത്ത് ഓർബിറ്റിലൊക്കെ പോകുന്ന സാറ്റലൈറ്റുകളെ അടിച്ചിടാനുള്ളൊരു ടെക്നോളജി. അത് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് US-നും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം പിന്നെ ഇന്ത്യയുടെ കയ്യിലാണത് ഉള്ളത്. ഓക്കെ, അസാറ്റ് എന്ന് പറയും, ആൻറ്റി സാറ്റലൈറ്റ് കേപ്പബിലിറ്റി. അതാണ് മിഷൻ ശക്തി. അഗ്നി ഡിഫൻസ് അറിയാമല്ലോ, അഗ്നി മിസൈലുകളാണ്. അഗ്നി 1 to അഗ്നി 5, അഗ്നി 1 to അഗ്നി 5, അതുപോലെ അഗ്നി പി ഒക്കെ എന്താണ്? അഗ്നി പി ഒക്കെ നമ്മുടെ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. ന്യൂക്ലിയർ പവേർഡ് സർഫസ് ടു സർഫസ്
ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഓക്കെ. ദെൻ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് മിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സുദർശൻ ചക്ര ഇങ്ങനെയും പറയാറുണ്ട്, പക്ഷേ ഇതെല്ലാം അപ്രോപ്രിയേറ്റ്. ഏറ്റവും അപ്രോപ്രിയേറ്റ് മിഷൻ സുദർശൻ ചക്രയാണ്. ഇങ്ങനൊരു മിഷൻ ഇല്ല, ഇങ്ങനത്തെ വെപ്പണൊക്കെ ഉള്ളൂ. ഓക്കെ. ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺസ് ഒക്കെ ഉണ്ട്. The file is selected. A file is selected on the desktop. Pressing the delete key will mainly. Delete key നമ്മളൊരു ഫയലിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? റിമൂവ് ദ ഫയൽ, ഡിലീറ്റ് ആയി പോകും അല്ലേ? റിമൂവ് ദ ഫയലാണ്. റീനെയിം അല്ല, ഓപ്പൺ അല്ല, കോപ്പി അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ ഹാരപ്പൻ സിറ്റഡൽ? ഹാരപ്പൻ സിറ്റഡലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്. ഗ്രാൻഡ് പാലസസ്, ഗ്രേറ്റ് ബാത്ത്, ഡ്വെല്ലിംഗ് ഹൗസസ്, ഹ്യൂജ് ടെമ്പിൾസ്. നമുക്കറിയാം, നമ്മൾ സിറ്റഡലിലാണ് ഗ്രേറ്റ് ബാത്ത് കാണപ്പെടുന്നത്. ഓക്കെ. വലിയൊരു റിസർവെയർ ആണ്, വാട്ടർ റിസർവെയർ ആണ്. അതുപോലെ ഗ്രേറ്റ് ബാത്ത്, പിന്നെ ഗ്രേറ്റ് ഗ്രാനറി ഒക്കെ എവിടെയാണ് കാണപ്പെട്ടിരുന്നത്? അത് മോഹൻജദാരോയിലാണ്. ഓക്കെ. മോഹൻജദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി കാണപ്പെട്ടിരുന്നത്. മോഹൻജദാരോ ഇൻഡസ് നദിയുടെ തീരത്താണ്, അതുപോലെ ഹാരപ്പ രവി നദിയുടെ തീരത്താണ്. അതൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഡു ഹെഡ്ഫോൺസ് ഫോൾ? ഔട്ട്പുട്ട്, കാൽക്കുലേറ്റർ ഡിവൈസ്, ഇൻപുട്ട്, സ്റ്റോറേജ്. ഹെഡ്ഫോൺസ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് പാട്ടൊക്കെ കേൾക്കാനായിട്ട്. സോ നമ്മൾ കമ്പ്യൂട്ടറിന് ഇങ്ങോട്ട് എടുക്കുവാണ്. സോ അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ദ പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് ദ റെഡിഷ് ബ്രൗൺ കോട്ടിംഗ് ഫോംഡ് ഓൺ അയൺ ആർട്ടിക്കിൾസ് എക്സ്പോസ്ഡ് ടു മോയ്സ്ചർ? അതായത് തുരുമ്പെന്ന് പറയുന്നത് ഇതിൻ്റെ കെമിക്കൽ നാമമാണ് ചോദിച്ചേക്കുന്നത്. തുരുമ്പ് അഥവാ റസ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അയൺ 3 ഓക്സൈഡ് ആണ്, Fe2O3.XH2O. ഓക്കെ. അതാണ് എന്ത് തുരുമ്പ് അഥവാ അയൺ എന്ന് പറയുന്നത്. നമ്മൾ ഫെറിക് ഓക്സൈഡ് എന്ന് നമ്മൾ പറയും. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് ഇതിനെ പറയും. ഓക്കെ. റെഡിഷ് ബ്രൗൺ കോട്ടിംഗ്. വിച്ച് ലോ ഓഫ് മെൻഡൽ എക്സ്പ്ലെയിൻസ് ദ സെപ്പറേഷൻ ഓഫ് അലീൽസ് ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ? ഗ്യാമേറ്റ് ഫോർമേഷൻ സമയത്ത് അലീൽസിൻ്റെ സെപ്പറേഷനെ പറ്റി പറയുന്ന ഏത് മെൻഡലിൻ്റെ ലോ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. ഇതൊക്കെ വരുന്നത് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന നമ്മുടെ മെൻഡൽ കൊണ്ടുവന്ന ലോ ഓഫ് ഇൻഹെറിറ്റൻസിലാണ് ഇത് പറയുന്നത്. ഓക്കെ. ഇത് കണ്ടെത്തുന്ന ഈ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എല്ലാം കണ്ടെത്തുന്ന 3 ലോ ആണ് മെയിനായിട്ടും ലോ ഓഫ് ഇൻഹെറിറ്റൻസിലുള്ളത്. അതാണ് ലോ ഓഫ് ഡൊമിനൻസ്, ലോ ഓഫ് അസോർട്ട്മെൻറ്റ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഈ 3 ലോ ആണ് മെൻഡൽ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഗ്രിഗർ മെൻഡൽ പീ പ്ലാന്റിൽ നടത്തിയ ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്നതാണ്. നമുക്ക് ഓരോ ലോ ആയിട്ട് ജസ്റ്റ് നോക്കാം. ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് നോക്കിയായിരുന്നു. പാരൻ്റ് ഇപ്പം ടോൾ ഉണ്ട്, അതുപോലെ ഡോർഫ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഗ്യാമേറ്റ് എങ്ങനെയായിരിക്കും? ഒരു ടി കാണും, ഇവിടെ ഒരു ടി കാണും, ഇവിടെ സ്മോൾ ടി ഒരെണ്ണം കാണും, ഇവിടെ സ്മോൾ ടി ഒരെണ്ണം കാണും. എന്നിട്ട് ഇത് ഗ്യാമറ്റാണ്. ഇതിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതും ചേർന്നൊരെണ്ണം ഉണ്ടാവും, അതുപോലെ ഇതും ചേർന്നൊരെണ്ണം ഉണ്ടാവും, ഇതും ചേർന്ന് ഇത് എങ്ങനെ ചേർന്നാലും ഉണ്ടാവുന്ന സാധനം ഒരു ക്യാപിറ്റൽ ടീം ഒരു സ്മോൾ ടീം ആയിരിക്കും അല്ലേ? ഇതെല്ലാം ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. സോ ഇതിൽ 2 ഉണ്ടല്ലോ. ഇതിന് ഒരെണ്ണത്തിന് നമ്മൾ ഇത് രണ്ടും കൂടെ ജീൻ എന്ന് പറയും. ഇതിൽ ഒരെണ്ണത്തിന് നമ്മൾ അലീൽ എന്ന് പറയും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെയൊക്കെ ജീനിൽ 2 അലീലാണ്. 2 അലീൽ ചേർന്നായിരിക്കും ഒരു ജീൻ ഉണ്ടാകുന്നത്. സോ ഈ ടി എന്ന് പറയുന്ന ഒരു അലീലാണ്, അതുപോലെ ഈ സ്മോൾ ടി എന്ന് പറയുന്ന ഒരു അലീലാണ്. അപ്പോൾ ഈ F1 ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ടി ഉള്ള ഈ ഒരു പ്ലാന്റ് ടോളായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഡൊമിനൻസും റെസസീവും ട്രൈറ്റ് കാരണമാണ്. ടോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡൊമിനൻ്റ് ക്യാരക്ടറും ഡോർഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ റെസസീവ് ക്യാരക്ടറുമാണ്. അപ്പം ഡൊമിനൻ്റ് ആയിട്ടുള്ള ട്രൈറ്റ് ഏതാണോ അത് മാത്രമേ ഫീനോ ടൈപ്പിൽ, അതായത് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റൂ. ജീനോ ടൈപ്പിൽ ഇത് രണ്ടും കാണും, പക്ഷേ ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന ഡൊമിനൻ്റ് ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് ലോ ഓഫ് ഡൊമിനൻസി പറയുന്നത്. അതായത് ഒരു ഫോം ഓഫ് ട്രൈറ്റ് മാത്രമേ F1 ജനറേഷനിൽ കാണാൻ പറ്റത്തുള്ളൂ. ആ കാണാൻ പറ്റുന്ന ട്രൈറ്റിനെയാണ് നമ്മൾ ഡൊമിനൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. കാണാൻ പറ്റാത്ത ട്രൈറ്റിനെ നമ്മൾ റെസസീവ് ക്യാരക്ടർ എന്ന് പറയും. അതാണ് ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതുപോലെ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്താണെന്ന് നോക്കുവാണെങ്കിൽ അത് നമ്മളെ എഗ്ഗ് അല്ലെങ്കിൽ സ്പെം, ഈ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് 2 അലീലുകളായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. ഈ 2 അലീലുകൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്യാമേറ്റിൽ ഒരു അലീല് മാത്രമേ കാണൂ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കേസ് എടുത്താൽ ക്രോമസോം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു അലീല് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു അലീല് മാത്രമേ എന്ത് കാണത്തുള്ളൂ? ഒരു ഗ്യാമേറ്റിനകത്ത് കാണത്തുള്ളൂ. ഒരു അലീല് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ ഇതിപ്പോൾ മെയിലിൻ്റെയാണ് ഇതെങ്കിൽ ഫീമെയിലിൻ്റെയും ഗ്യാമേറ്റിൽ ഫീമെയിലിൻ്റെ തന്നെ സെയിം ക്യാരക്ടറിൻ്റെ ഒരു അലീല് കാണും. ഈ 2 അലീലും കൂടെ ചേർന്നിട്ടായിരിക്കും കുട്ടിയുടെ ഗ്യാമേറ്റ് അല്ല കുട്ടിയുടെ ആ ഒരു ജീൻ ഉണ്ടാകുന്നത്.
ഇങ്ങനെയാണ്, അതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നാച്ചുറൽ സെലക്ഷനൊക്കെ പോസിബിൾ ആവുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുട്ടിയും ഓസ്പ്രിങ്ങും പാരൻറ്റും ഒക്കെ ഒരേപോലെ ഇരിക്കും, വ്യത്യാസം വരത്തില്ല. ലാ ഓഫ് അസോർട്ട്മെൻറ്റ് അഥവാ ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പല പല ട്രൈറ്റുകൾ, ഇപ്പം ടോള് ഡോർഫ് എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് സൈസാണ്, അതുപോലെ റൗണ്ട് റിങ്കിൾഡ് സീഡ് അല്ലെങ്കിൽ കളർ ഓഫ് ദ ഫ്ലവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ഇത് കാണുമല്ലോ. അപ്പോൾ ഈ ട്രൈറ്റുകളെല്ലാം ഇൻഡിപെൻഡൻ്റ്ലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലാതെ ഒരുമിച്ചായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ടോളിന് പകരം റൗണ്ട് എന്ന് പറയുന്ന ട്രൈറ്റ് കയറിയിരിക്കത്തൊന്നുമില്ല. അത് ടോള് ഡോർഫ് എല്ലാം ഒരു ഇൻഡിപെൻഡൻ്റ്ലി സോർട്ട് ചെയ്ത് ആ ഒരു ഫിസിക്കൽ ക്യാരക്ടറായിട്ട് ആയിരിക്കും എന്താവുന്ന അലീലുകൾ ഫോം ആവുന്നത്. എന്നാൽ റൗണ്ട് റിങ്കിൾഡ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ വേറൊരു എന്താണ് മീൻസ് വേറൊരു ഇതായിട്ട് സോർട്ടായിട്ടാണ് ആ ട്രൈറ്റുകൾ എന്ത് ചെയ്യുന്നത് തമ്മിൽ അലീൽ സെപ്പറേറ്റ് ആവുന്നതും ചേരുന്നതൊക്കെ. അതിനെയാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞ് ആക്ച്വലി ഇങ്ങനൊരു ലോ ഇല്ല, ഇത് നമ്മുടെ ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി വെച്ച് പറയുന്നതാണ്. അതായത് അഗെയിൻ നാച്ചുറൽ സെലക്ഷനൊക്കെ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വേരിയേഷൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഓസ്പ്രിങ്ങും പാരൻറ്റും ഒക്കെ ഒരേപോലെ ഇരിക്കും. അപ്പം നാച്ചുറലി അതിന് സെലക്ട് ചെയ്യാനായിട്ട് ആകെ ഒറ്റ ട്രൈറ്റേ കാണും. അപ്പം നാച്ചുറൽ സെലക്ഷൻ പോസിബിൾ അല്ല. സോ ഇവിടെ പറയുന്നത് സെപ്പറേഷൻ ഓഫ് അലീൽസ് ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ, അതേതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. സോ എൻ്റെ ആൻസർ ലോ ഓഫ് സെഗ്രിഗേഷൻ. ഹു വാസ് എക്സൈൽഡ് ടു റംഗൂൺ ആഫ്റ്റർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വെച്ചാൽ 1857 റിവോൾട്ടാണ്. ഇതിനുശേഷം റംഗൂണിലേക്ക്, റംഗൂൺ എന്ന് വെച്ചാൽ മ്യാൻമാറിലുള്ള സ്ഥലമാണ് റംഗൂൺ, അവിടേക്ക് ബ്രിട്ടീഷുകാർ കടത്തിയത് ആരെയാണെന്നാണ് ചോദ്യം. എൻ്റെ ആൻസർ ബഹദൂർ ഷാ സഫറാണ്. ബഹദൂർ ഷാ സഫർ 1857 റിവോൾട്ട് ഡൽഹിയിൽ ലീഡ് ചെയ്ത നമ്മുടെ അവസാനത്തെ മുഗൾ റൂളറാണ്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് ഈ ഒരു റിവോൾട്ട് കഴിഞ്ഞപ്പം റംഗൂണിലേക്ക് അയച്ചത്. ഇനി നാനാ സാഹിബ് എവിടെയായിരുന്നു, കാൺപൂരിൽ. നാനാ സാഹിബും നമ്മുടെ താന്തിയ തോപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, കാൺപൂരിലാണ്. റാണി ലക്ഷ്മിബായി എല്ലാവർക്കും അറിയാം ഝാൻസിയിലാണ് ലീഡ് ചെയ്തത്. ഓക്കെ, അതുപോലെ അഹമ്മദുള്ള ഷാ ഉണ്ട്. അഹമ്മദുള്ള ഷാ അഥവാ മൗലവി അഹമ്മദുള്ള ഷാ കറക്റ്റായിട്ട് നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഹരിയാനയിൽ മറ്റോ ഏതോ റീജിയനിലാണ് മൗലവി അഹമ്മദുള്ള ഷാ എന്ത് ചെയ്തത്, ലീഡ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി വിച്ച് 3 countries ഫോംഡ് ദ ACITA പാർട്ണർഷിപ്പ് അനൗൺസ്ഡ് ഇൻ നവംബർ 2025. നവംബർ 2025 ACITA പാർട്ണർഷിപ്പ്, ഓക്കെ, ACITA പാർട്ണർഷിപ്പ് അനൗൺസ് ചെയ്ത ഏതൊക്കെ 3 countries ആണ്? ACTയുടെ ഫുൾ ഫോം എടുത്താൽ തന്നെ ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ ടെക്നോളജി ഇന്നോവേഷൻ എന്നാണ്. സോ ഇതിൻ്റെ ആൻസർ ഓസ്ട്രേലിയ, ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ. ഓക്കെ, അടുത്തിലേക്ക് പോവാം. With reference to 93rd anniversary celebrations of the Indian Air Force in 2025, where was the main ceremonial parade held? 93ാമത് 1932 ഫോമായ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 93ാമത് ആനിവേഴ്സറിയാണ് 2025 നടന്നത്. അതിൻ്റെ സെറിമോണിയൽ പരേഡ്, മെയിൻ സെറിമോണിയൽ പരേഡ് നടന്നത് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരം എയർഫോഴ്സ് സ്റ്റേഷൻ ഹിന്ദൻ ഗാസിയാബാദ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഹിന്ദനിലെ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് എന്ത് നടന്നത്, ഈ ഒരു സെറിമോണിയൽ പരേഡ് നടന്നത്. ഓക്കെ, ഇത് എന്നായിരിക്കും ഡേറ്റ്? എയർഫോഴ്സ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 8 ഓക്കെ, ഒക്ടോബർ 8 1932 ഇന്ത്യൻ എയർഫോഴ്സ് ഫോം ആവുന്നത്. അതുകൊണ്ടാണ് ഒക്ടോബർ 8 എയർഫോഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആർമി ഡേ ആണെങ്കിൽ അത് ജാനുവരി 15 എന്നാണ് നമ്മളെ ആദ്യത്തെ ആർമി ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ടുള്ള കരിയപ്പ ചാർജ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ നേവി ഡേ എന്നാണ്? നേവി ഡേ എന്ന് പറയുന്നത് ഡിസംബർ 4 ഓക്കെ, നമ്മൾ കറാച്ചി പോർട്ട് അറ്റാക്ക് ചെയ്ത ഡേ ആണ് ആചരിക്കുന്നത്, ഡിസംബർ 4. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ? കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ഏതാണ്? ലിബ്രെ ഓഫീസ് കാൽക്ക്, മോസില്ല ഫയർഫോക്സ് ആപ്ലിക്കേഷൻ, അഡോബ് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ, സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. കാണുമ്പോൾ തന്നെ അറിയാം സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ സ്കൂളിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ആർക്ക് വേണോ ഉപയോഗിക്കാവുന്ന കമ്പനികൾ ഇറക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇനി അക്കോർഡിംഗ് ടു എയർലി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ഹൗ മെനി ഗ്രാമാസ് അല്ലെങ്കിൽ വില്ലേജസ് വെയർ സെറ്റ് ടു എക്സിസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് മഗധ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കിങ് ബിംബിസാര? മഗധയിൽ ബിംബിസാര ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര വില്ലേജുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ 80,000, 80,000 വില്ലേജുകൾ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്.
how do central and how do central state financial relations impact the governance in India? സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബൈ എലിമിനേറ്റിംഗ് ദ നീഡ് ഓഫ് സ്റ്റേറ്റ് ബഡ്ജറ്റ്? ഒരിക്കലുമല്ല. സ്റ്റേറ്റ് ബഡ്ജറ്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് ഫണ്ട് കിട്ടത്തില്ലല്ലോ. ബൈ സെൻട്രലൈസിങ് ഓൾ ടാക്സ് റവന്യൂസ് അറ്റ് ദ സെൻറ്റർ. സെൻട്രൽ മാത്രമല്ല ടാക്സ് വാങ്ങുന്നത്. നമുക്ക് ഇപ്പോൾ ജി എസ് ടിയുടെ കാര്യം എടുത്താൽ തന്നെ സെൻട്രൽ ഉണ്ട്, CGST ഉണ്ട്, അതുപോലെ സ്റ്റേറ്റിന് SGST ഉണ്ട്, യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളതുണ്ട്, അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട്. ബൈ പ്രൊവൈഡിങ് സ്റ്റേറ്റ്സ് വിത്ത് അൺലിമിറ്റഡ് ഫൈനാൻസ് റിസോഴ്സ്. ഒരിക്കലും അൺലിമിറ്റഡ് ഫൈനാൻസ് റിസോഴ്സ് ഒന്നും സ്റ്റേറ്റിന് കൊടുക്കത്തില്ല. ത്രൂ മെക്കാനിസംസ് ലൈക്ക് ഫൈനാൻസ് കമ്മീഷൻ ദാറ്റ് അലോക്കേറ്റ് റിസോഴ്സ്. ഇതാണ് കറക്റ്റ്. ഫൈനാൻസ് കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? സെൻട്രിൽ നിന്ന് സ്റ്റേറ്റിലേക്കൊക്കെ ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് പ്രോജക്ട്സിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ആർട്ടിക്കിൾ 280 ആണ്, 280 ഫൈനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ. ഇപ്പോൾ കറണ്ട് 16ാമത്തെ ഫൈനാൻസ് കമ്മീഷണറാണ്, 16th ഫൈനാൻസ് കമ്മീഷൻ്റെ ചെയർമാനാണ് ഡോക്ടർ അരവിന്ദ് പനഗാരിയ. ഓക്കെ, ഡോക്ടർ അരവിന്ദ് പനഗാരിയ. Which constitutional amendment to the Indian Constitution added the term socialist to the preamble? സോഷ്യലിസ്റ്റ് എന്ന വാക്ക് പ്രിയാമ്പിൾ ആഡ് ചെയ്തത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്? ഓക്കെ, ഇതിന് ആൻസർ 42nd അമെൻമെൻറ്റ് ഓഫ് 1976. ഇതിലൂടെ 3 വാക്കുകളാണ് പ്രിയാമ്പിൾ ആഡ് ചെയ്തത്. സോഷ്യലിസ്റ്റ്, സെക്കുലാർ ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെ 3 വാക്കുകളാണ് ആഡ് ചെയ്തത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ വാസ് മോസ്റ്റ് എംഫസൈസ്ഡ് ബൈ ബാലഗംഗാധര തിലക് ഡ്യൂറിംഗ് ദ എക്സ്ട്രീമിസ്റ്റ് ഫേസ്? എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ബാലഗംഗാധര തിലക് ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ഫേസിൽ എംഫസൈസ് ചെയ്ത പ്രിൻസിപ്പിൾ ഇതിലായിരുന്നതാണ്. സപ്പോർട്ട് ഫോർ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ, ഒരിക്കലും നല്ല കാര്യമില്ലല്ലോ. സ്വരാജ് ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവരി ഇന്ത്യൻ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് എൻ്റെ ഉത്തരം. കാരണം എന്താണ്? ബാലഗംഗാധര തിലകാണ് എന്ത് പറഞ്ഞത്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാണ്. സോ 1916 ആ ഒരു ടൈമിൽ അദ്ദേഹം ഇറക്കിയൊരു സ്ലോഗനാണിത്. എന്ത്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. സോ സ്വരാജ് ഇസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവരി ഇന്ത്യൻ സിറ്റിസൺ ആണ്, എവരി ഇന്ത്യൻ ആണ് ഈ ഒരു ടൈമിൽ ബാലഗംഗാധര തിലക് പറഞ്ഞത്. ഓക്കെ, അതായിരുന്നു പ്രിൻസിപ്പിൾ. ബാരൻ ഐലൻഡ് വിച്ച് വിറ്റ്നസ്ഡ് 2 ഇറപ്ഷൻസ് ഇൻ 2025 ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോയാണ് ബാരൻ ഐലൻഡിലുള്ളത്. ഇത് ആൻഡമാൻ നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ, കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നോർത്ത് ആൻഡമാൻ്റെ ഈസ്റ്റിലായിട്ട് എന്തുണ്ട്? നമ്മുടെ നാർക്കോണ്ടം ഉണ്ട്. നാർക്കോണ്ടം വോൾക്കാനോ, അത് ഇനാക്റ്റീവ് ആണ്. ഓക്കെ, നാർക്കോണ്ടം. അത് കഴിഞ്ഞ് മിഡിൽ നിന്ന് സൗത്തിൻ്റെ ആ ഒരു ഇടയ്ക്ക് ഈസ്റ്റിലായിട്ട് ഈ ഭാഗത്തായിട്ട് എന്ത് വരും? നമ്മുടെ ബാരൻ ഐലൻഡും വരും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ഷെയർസ് എ ബോർഡർ വിത്ത് അഫ്ഗാനിസ്ഥാൻ? അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയാണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലഡാക്കാണ്. ഓക്കെ, രാജസ്ഥാൻ നമുക്ക് എന്തായാലും എടുക്കാം. നമുക്ക് അഫ്ഗാനിസ്ഥാൻ എവിടെയാണ് കിടക്കുന്നത് അറിയാം? നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ ഈ ഒരു ഭാഗത്താണ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ലഡാക്ക് കംപ്ലീറ്റ്ലി 106 കിലോമീറ്ററാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് 106 കിലോമീറ്ററും ലഡാക്കിലാണ് കിടക്കുന്നത്. ഓക്കെ, ജമ്മു കാശ്മീർ അല്ല, പഞ്ചാബും അല്ല. വൈ ഡിഡ് ദ ഷെയർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ റൂറൽ അഗ്രികൾച്ചർ സെക്ടർ ഇൻക്രീസ് ഡ്യൂറിങ് ജൂലൈ-സെപ്റ്റംബർ 2025? ജൂലൈ-സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടമാണ്, ഏത് മാസമാണ്? ഇത് പറഞ്ഞാൽ മൺസൂൺ ആണ്. മൺസൂൺ. ഓക്കെ, മൺസൂൺ സമയങ്ങളിൽ റൂറൽ അഗ്രികൾച്ചർ സെക്ടറിൽ വർക്കേഴ്സിൻ്റെ ഒരു ഷെയർ കൂടാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ഡ്യൂ ടു അർബൻ മൈഗ്രേഷൻ, ഡ്യൂ ടു കാരിഫ് അഗ്രികൾച്ചർ ഓപ്പറേഷൻ. യെസ്, കണ്ടോ, കാരിഫ് അഗ്രികൾച്ചർ. കാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് എന്ത് ക്രോപ്പാണ്? കാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റെയിനി സീസണിലുള്ള ക്രോപ്പുകളാണ്. ഓക്കെ, അപ്പം കാരിഫ് അഗ്രികൾച്ചർ നടക്കുന്നത് കൊണ്ടാണ് ആ സമയത്ത് വർക്കേഴ്സിൻ്റെ ജൂലൈ-സെപ്റ്റംബർ സമയത്ത് വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുതൽ, അതല്ലെങ്കിൽ ഷെയർ കൂടുതൽ. ഓക്കെ, നമ്മൾ കാരിഫിനെ പറ്റി നോക്കുകയാണെങ്കിൽ കാരിഫ് എന്ന് പറയുന്നത് മൺസൂൺ സീസണിലാണ്. അതുപോലെ ജൂൺ ജൂലൈയിലാണ് നമ്മൾ കാരിഫ് ക്രോപ്പുകൾ വിതയ്ക്കുന്നത്, സോ ചെയ്യുന്നത്. ആൻഡ് സെപ്റ്റംബർ-ഒക്ടോബർ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? നമ്മളതിനെ ഹാർവെസ്റ്റ് ചെയ്യും. റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഹൈ റെയിൻഫോൾ ആവശ്യമാണ്. ഇനി അതിൽ ഏതൊക്കെയാണ് അതിൽ പെടുന്ന എന്താണ് ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കി വെക്കണം. കാരിഫ് ക്രോപ്സ് പഠിക്കാനുള്ളൊരു എളുപ്പ ട്രിക്കുണ്ട്. അതാണ് പച്ചക്കറി എന്തിനാ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പച്ചക്കറി എന്തിനാ? പറയുന്ന പരുത്തി അഥവാ കോട്ടൺ.
ഇച്ചയാണ്. അപ്പോൾ 2 ച ഉണ്ട്. സോ ച എന്ന് വെച്ചാൽ ചോളം അഥവാ കോണും ചണം അഥവാ ജ്യൂട്ടും. അപ്പോൾ കോൺ ആൻഡ് ജ്യൂട്ട്. ഓക്കെ, ജ്യൂട്ട്. ഇത് കോട്ടൺ. ഇനി കായാണെങ്കിൽ കരിമ്പ് അഥവാ ഷുഗർ കെയിൻ. റായാണെങ്കിൽ റാഗി. ഓക്കെ, റാഗി. ഇനി എന്തിനെ സൂചിപ്പിക്കുന്നു? എള്ള അഥവാ സീസെയിം സീഡ് അല്ലെങ്കിൽ എള്ള്. പറയുന്നത് തിനവിളകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫോഡർ ക്രോപ്സ് ആയിട്ടുള്ള ജോവറും ബജ്റയും. ജോവർ ആൻഡ് ബജ്റ. ഓക്കെ, ബജ്റ. ജോവർ ആൻഡ് ബജ്റ. ദെൻ എന്ന് പറയുന്നത് ഓക്കെ, ജോവർ ബജ്റയുടെ കൂടെ തായിൽ ഒന്നും കൂടെ ഓർത്ത് വെച്ചോ, തേയില. ഓക്കെ, ടീ. ഇത് ഒരു കാര്യമാണ്. അതുപോലെ എന്ന് വെച്ചാൽ നെല്ലും നമ്മുടെ നിലക്കടലയൊക്കെയാണ്. നെല്ലെന്ന് വെച്ചാൽ റൈസ് ആൻഡ് നിലക്കടല എന്ന് വെച്ചാൽ നമ്മുടെ കപ്പലണ്ടി അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്, പീനട്ട് എന്നൊക്കെ പറയുന്നത് ഗ്രൗണ്ട് നട്ട്. ഇതാണ്. ഓക്കെ, ഈ ഒരു കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഖാരിഫ് ക്രോപ്സ്. അതുപോലെ അടുത്ത ഒന്നാണ് റാബി ക്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? വിൻ്റർ ടൈമിലുള്ള ക്രോപ്പാണ്. ഒക്ടോബർ നവംബർ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? വിതയ്ക്കും. മാർച്ച് ഏപ്രിലിൽ നമ്മൾ കൊയ്യും. ഇറിഗേഷൻ അധികം ആവശ്യമില്ല. കുറച്ച് ഇറിഗേഷൻ മോഡറേറ്റ് ആയിട്ടുള്ളൊരു വാട്ടറായ ആവശ്യമുള്ളൂ ഈ ചെടികൾക്കൊക്കെ. എക്സാമ്പിളാണ് നമ്മുടെ വീറ്റ്, ബാർലി, ഗ്രാം, മസ്റ്റാർഡ്, പീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. സൈദ് പഠിക്കാനും കുറച്ച് എളുപ്പമാണ്. അപ്പോൾ സൈദിലും മറ്റേ ഖാരിഫിലും വരാത്ത ക്രോപ്പുകളാണ് റാബിയിൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി. സൈദ് എന്ന് പറയുന്ന മെയിൻലി ഫോഡർ ക്രോപ്പുകളായിട്ടുള്ള കുക്കുംബർ, മസ്ക് മെലോൺ, അതുപോലെ വാട്ടർ മെലോൺ, ഈ ഒരുപാട് വെള്ളം അകത്തുള്ള ഫ്രൂട്ടുകളും അതുപോലെ തന്നെ വെജിറ്റബിളും ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ വാട്ടർ മെലോണൊക്കെ കഴിക്കുന്ന എപ്പോഴാണ്? സമ്മർ സീസണിലല്ലേ. അപ്പോൾ സെയ്ത് ക്രോപ്പ് സമ്മർ സീസണിലാണ്. മാർച്ച് ഏപ്രിലിൽ വിതയ്ക്കും, മെയ് ജൂണിൽ കൊയ്യും. അത് അധികം വെള്ളം ആവശ്യമുള്ള ക്രോപ്പുകളല്ല, നല്ല ഹീറ്റ് ടോളറൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകളാണ്. അതാണ് വാട്ടർ മെലോൺ, കുക്കുംബർ, മസ്ക് മെലോണൊക്കെ. ഓക്കെ, അപ്പം ഖാരിഫും സെയ്ത് പറയുമെങ്കിൽ പിന്നെ അതിൽ പെടാത്ത വീറ്റ്, ബാർലി, ഗ്രാം, മസ്റ്റാർഡ്, പീസൊക്കെ എന്തിൽ വരും? റാബിയിൽ വരുമെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, as of February 1st, 2025, what percentage of rural households in India had been provided tap water connections under the Jal Jeevan Mission? Jal Jeevan Mission പ്രകാരം ഫെബ്രുവരി 1, 2025 എത്ര പെർസെൻറ്റേജ് റൂറൽ ഹൗസ് കുടിവെള്ളം ടാപ്പ് വാട്ടർ കിട്ടിയതെന്ന്? ഓക്കെ, ഇതിൻ്റെ ആൻസർ 79.74 ആണ്. പക്ഷേ നമുക്കിപ്പോൾ മാർച്ച് ഏപ്രിൽ ടൈമിൽ പുതിയതായിട്ട് അപ്ഡേറ്റ് വന്നത് 81% റൂറൽ ഹൗസ് ഹോൾഡ്സിന് ടാപ്പ് വാട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജൽ ജീവൻ മിഷൻ പ്രകാരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ അബൌട്ട് ദ റോൾ ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഇതിനകത്തുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ എന്നാണ് ചോദ്യം. ഓക്കെ, ദേ ഹാഡ് ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രീസ് ലൈക്ക് ഹോം, ഡിഫൻസ് ആൻഡ് ഫൈനാൻസ്. ദേ ഓൺലി അസിസ്റ്റ് അതർ മിനിസ്റ്റേഴ്സ് ഇൻ ദയർ ഡ്യൂട്ടീസ്. ദേ ഡു നോട്ട് അറ്റൻഡ് ക്യാബിനറ്റ് മീറ്റിംഗ്സ്. They are not involved in political decisions. Okay, in the answer, they had important ministries like home, defense and finance. ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ വരുന്നത് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹയറാർക്കിയിലാണ് വരുന്നത്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നവരാണ് നമ്മുടെ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, MOS, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. ദെൻ മൂന്നാമത്തെ ഏറ്റവും താഴത്തെ ഹയറാർക്കി വരുന്ന ആളാണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഓക്കെ, ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എപ്പോഴും നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഈ നമ്മുടെ ഹോം അഫയേഴ്സ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ ഡിഫൻസ്, ഫൈനാൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവർ നോക്കുന്നത്. അവർക്ക് എല്ലാ ക്യാബിനറ്റ് മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാനുള്ള ഇതുണ്ട്. എന്നാൽ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അവർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മിനിസ്റ്ററുകളൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത്. അതുപോലെ തന്നെ അവർ ഡയറക്റ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് അധികം അവർ റിപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല. അതുപോലെ ഈ വലിയ മാസീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഫൈനാൻസ് പോലുള്ള മാസീവ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിനെയും കൂടെ വയ്ക്കും ആ ഒരു വർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അവർക്ക് ഈ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിനെ അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ക്യാബിനറ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ ടോപ്പിക്സ് അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ടോപ്പിക്കായിട്ട് വരുന്ന മീറ്റിങ്ങുകൾ മാത്രമേ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പോലെ എല്ലാ മീറ്റിംഗും ഒന്നും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ലാസ്റ്റത്തെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സാണ്. അവർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ അതുപോലെ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റിനെയൊക്കെ എന്ത് ചെയ്യും? അസിസ്റ്റ് ചെയ്യുന്നവരാണ്. അവർക്ക് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റോ മിനിസ്ട്രിയോ ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ അവർ ക്യാബിനറ്റ് മീറ്റിംഗ് ഒന്നും അറ്റൻഡും ചെയ്യത്തില്ല. ഓക്കെ, as per Article Dash of the Indian Constitution, from the date of commencement of the Constitution, 69th Amendment Act of 1991, the Union Territory of Delhi shall be called as the National Capital Territory of Delhi. Okay,
യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ആയിരുന്ന ഒരു ആ ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന പേര് കിട്ടിയത് 69th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1991 നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഏത് ആർട്ടിക്കിളാണ് ഈ ഒരു ഡൽഹിക്ക് ഈ ഒരു പദവി കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ 239A ഓക്കെ. Which of the following factors causes Ooty to have cooler summers than Coimbatore, even though both are located at nearly the same latitude? ഒരേ ലാറ്റിറ്റ്യൂഡിൽ കിടക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഈ കോയമ്പത്തൂർ, ഊട്ടി. പക്ഷേ ഊട്ടി കൂടുതൽ കൂളറാണ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരേ നമ്മുടെ ഭൂമിയുടെ ഈ ലാറ്റിറ്റ്യൂഡുകളിൽ ഏറെക്കുറെ ഒരേ സ്ഥലങ്ങളിലാണ് കോയമ്പത്തൂറും ഊട്ടിയും കിടക്കുന്നത്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഊട്ടി കുറച്ചും കൂടി തണുപ്പാണ്. അതെന്തുകൊണ്ട്? ഊട്ടി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കോൾഡ് ഡെസേർട്ട് വിൻഡ്സ് ഫ്രം നോർത്ത്. ഒരിക്കലുമല്ല. കോയമ്പത്തൂർ റിസീവ്സ് ലെസ് സോളാർ റേഡിയേഷൻ ഡ്യൂറിങ് ഇയർ. അങ്ങനെ വരത്തില്ല. ഒരേ ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ സോളാർ റേഡിയേഷൻ തുല്യമായിരിക്കും. ഊട്ടി ഈസ് ലൊക്കേറ്റഡ് ക്ലോസർ ടു ദ സീ വൈൽ കോയമ്പത്തൂർ ഈസ് ഇൻലാൻഡ്. അല്ല, തിരിച്ചാണ്. ഊട്ടി കുറച്ചും കൂടെ ഈസ്റ്റിലോട്ട്, ഉള്ളിലോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഊട്ടി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എ ഹയർ ആൾട്ടിറ്റ്യൂഡ് ലീഡിങ് ടു ലോവർ ടെമ്പറേച്ചർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഊട്ടി കുറച്ചും കൂടെ ഉയരത്തിൽ, ഒരു മലയുടെ മുകളിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം, നമ്മുടെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയറിൽ എന്ത് ചെയ്യും? ഹൈറ്റ് കൂടുന്നതിന്, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നോർമൽ ലാപ്സ് റേറ്റ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറയും. അപ്പം ഊട്ടിയെ കിടക്കുന്ന നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ ആണല്ലോ, സർഫസ് ആണല്ലോ. അപ്പം ഊട്ടിയിൽ എന്ത് ചെയ്യും? ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ഊട്ടിയിലേക്ക് എത്തുമ്പോൾ തണുപ്പ് കൂടും. അതുകൊണ്ടാണ് കോയമ്പത്തൂരിനെ കാട്ടിയും തണുപ്പ് ഊട്ടിയിൽ. ഇനി ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ ഇവിടെ ട്രോപ്പോപോസ് ഉണ്ട്. ട്രോപ്പോപോസിൽ ടെമ്പറേച്ചർ ഒരേപോലെ നിൽക്കും. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ലോ ആവുകയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യും. ദെൻ സ്ട്രാറ്റോപോസിൽ ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അത് കഴിഞ്ഞ് മീസോസ്ഫിയറിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? എഗെയിൻ ട്രോപ്പോസ്ഫിയറിലെ പോലെ ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. ദെൻ മീസോപോസിൽ എഗെയിൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. തെർമോസ്ഫിയറിൽ പോകുമ്പം എഗെയിൻ എന്ത് വരും? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലെ പോലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് കുറയും. അതിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. അതിനാണ് ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഡ്യൂറിങ് റെസഷൻ വിച്ച് ടൈപ്പ് ഓഫ് ഫിസിക്കൽ പോളിസി ഷുഡ് ബി യൂസ്ഡ്? റെസഷൻ്റെ സമയത്ത് ഏത് ടൈപ്പ് ഫിസിക്കൽ പോളിസിയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സ്റ്റേബിൾ ഫിസിക്കൽ പോളിസി, എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി, കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി, ന്യൂട്രൽ ഫിസിക്കൽ പോളിസി. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്റ്റേബിൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റാൻസ് അല്ല. നമ്മുടെ എന്താണ്, RBI എടുക്കുന്ന ഒരു സ്റ്റാൻസ് അല്ല. പകരം എന്താണ്, നമ്മുടെ എംപ്ലോയ്മെൻ്റൊക്കെ ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ജോലിയുണ്ട്, അതുപോലെ റെസഷനോ ഇൻഫ്ലേഷനോ ഒന്നുമില്ല, റവന്യൂ ഡെഫിസിറ്റും ഒക്കെ ഈക്വലാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു എക്കണോമി ഇരിക്കുന്ന ഒരു ഇതിനെയാണ് സ്റ്റേബിൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഇറക്കുന്ന ഒരു പോളിസികളാണ്. പക്ഷേ ഇത് RBI എടുക്കുന്ന ഒരു സ്റ്റാൻസ് ഒന്നുമല്ല. ഇവിടെ ചോദിച്ചേക്കുന്ന റെസഷൻ്റെ സമയത്ത് എടുക്കുന്നതാണ്. ഓക്കെ. റെസഷൻ്റെ സമയത്ത് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി എടുക്കുന്നതെന്ന് വെച്ചാൽ, എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയുടെ സമയത്ത് നമ്മുടെ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്കണോമിയെ കൂടുതൽ വളരാൻ അനുവദിച്ചിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇത് നടക്കുന്നത് റെസഷൻ്റെ ടൈമിലാണ്. റെസഷൻ സമയത്താണല്ലോ നമുക്ക് എന്ത് പറ്റുന്നത്? ഗ്രോത്ത് കുറവായിരിക്കും. അപ്പോൾ ഗ്രോത്ത് കൂട്ടണം. അതുപോലെ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുതലായിട്ട് ഗവൺമെൻറ് എക്കണോമിയിലേക്ക് പൈസ ഇറക്കും. ടാക്സേഷൻ കുറയ്ക്കും. കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം വരാൻ വേണ്ടിയിട്ട്, സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സേഷൻ കുറയ്ക്കും. അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഉണ്ടാവും. കാരണം സ്പെൻഡിങ്, കൂടുതൽ ആളുടെ കാശ് വന്നാൽ സ്പെൻഡിങ് കൂടും. സ്പെൻഡിങ് റവന്യൂവിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാവും. ഇനി കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ഇത് രണ്ടുമല്ല. കോൺട്രാക്ഷണറി ഇൻഫ്ലേഷൻ്റെ സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു ഫിസിക്കൽ പോളിസിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്പെൻഡിങ് കുറയും. കാശ് നമ്മുടെ എക്കണോമിയിൽ ഇറങ്ങുന്നത് കുറയും. അതുപോലെ ടാക്സേഷൻ കൂട്ടും. ആൾക്കാരുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം കുറയ്ക്കാൻ വേണ്ടി ടാക്സ് കൂട്ടും. അതിലൂടെ എന്ത് പറ്റും? ബഡ്ജറ്റ് സർപ്ലസ് ആവും. റവന്യൂ ഗ്രേറ്റർ ദാൻ സ്പെൻഡിങ് ആവും. കൂടുതൽ ഇങ്ങോട്ട് കയ്യിലിരിക്കും, സ്പെൻഡിങ് കുറയും. അതിലൂടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ന്യൂട്രൽ ഫിസിക്കൽ പോളിസി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ഒരു രാജ്യം
രാജ്യത്തിൻ്റെ എക്കണോമി സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ് എൻ്റെ എക്കണോമി. അതായത് എല്ലാവർക്കും ജോലിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ടാക്സ് റവന്യൂ, അതുപോലെ റവന്യൂവും ഡെഫിസിറ്റും ഇതെല്ലാം ഏറെക്കുറെ ഈക്വൽ ആയിട്ടിരിക്കുന്ന സമയത്ത്, ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രൽ ഫിസിക്കൽ പോളിസി ഇറക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, എക്കണോമി അധികം ഗ്രോയും ചെയ്യുന്നില്ല, എന്നാൽ ലോയിലേക്കും പോകുന്നില്ല. ഗ്രോത്ത് ലോയും ആവുന്നില്ല, ഹൈയും ആവുന്നില്ല. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ എക്കണോമി നിലനിൽക്കും. ഓക്കെ. ഗവൺമെൻറ് സ്പെൻഡിങ് ഏറെക്കുറെ ടാക്സ് റവന്യൂക്ക് ഈക്വൽ ആയിരിക്കും ആ സമയത്ത്. അതുപോലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കും. റവന്യൂ ഡെഫിസിറ്റും തുല്യമായിരിക്കും ആ സമയത്ത്. ഓക്കെ. അതുകൊണ്ട് ന്യൂട്രലും സ്റ്റേബിളും ഏറെക്കുറെ ഒരേപോലെയാണ്. ഈ രണ്ടിലും റവന്യൂ ഡെഫിസിറ്റും ഈക്വൽ ആണ്. ഓക്കെ. പക്ഷേ സ്റ്റേബിൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് RBI ഇറക്കുന്ന ഒരു സ്റ്റാൻസ് അല്ല. അപ്പോൾ ഇത് അതിൽ ആൻസർ ആവത്തില്ല. ഇതല്ലെങ്കിലും അതിന് ആൻസർ ആവത്തില്ല. ഇവിടെ ചോദിച്ചേക്കുന്ന റെസഷൻ ആണ്. റെസഷൻ എന്താണ്? എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയാണ്. Which US state experiences a Mediterranean climate that supports the cultivation of fruits, vegetables and vineyards? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ വൈൻയാർഡ്സ്, മുന്തിരി, ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉള്ളത് US-ലെ ഏത് സ്റ്റേറ്റിലാണ്? ഇതിൻ്റെ ഉത്തരം കാലിഫോർണിയ. ഓക്കെ. Who is the author of the historical work രാജതരംഗിണി which records the history of Kashmir? കശ്മീരിൻ്റെ ഹിസ്റ്ററി പറയുന്ന രാജതരംഗിണി എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഉത്തരം കൽഹന. കൽഹന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമ്മു കാശ്മീരിലെ കിങ് ആയിട്ടുള്ള കിങ് ഹർഷയുണ്ട്. ലോഹര ഡൈനാസ്റ്റിയിലെ ഹർഷ എന്ന് പറയുന്ന രാജാവിൻ്റെ കോർട്ടിലെ പോയിട്ടായിരുന്ന കോർട്ടിലെ മിനിസ്റ്റർ ആയിരുന്ന ചെമ്പക്കയുണ്ട്. ചെമ്പക എന്ന് പറയുന്ന മിനിസ്റ്ററിൻ്റെ പുത്രനാണ് കൽഹന. രാജതരംഗിണി 1149 ആ ഒരു കോമണറ. ഓക്കെ. 1149 കോമണർ സമയത്താണ് ഈ ബുക്ക് എഴുതുന്നത്. ഇതിൽ കാശ്മീരിൻ്റെ ഹിസ്റ്ററിയാണ് മെയിനായിട്ടും പറയുന്നത്. 8,000 വേഴ്സസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനെ 8 ബുക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 8 തരംഗാസ്. ഓക്കെ. 8 തരംഗാസായിട്ട് രാജതരംഗിണിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫ്രീ ഫോൾ കറസ്പോണ്ട്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ? ഫ്രീ ഫോൾ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മോഷൻ ആണെന്നാണ് ചോദ്യം. നോൺ യൂണിഫോം മോഷൻ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, പീരിയോഡിക് മോഷൻ. ഓക്കെ. ഇതിൻ്റെ ആൻസർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇതിൻ്റെ കാരണം എന്താണ്? ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഗ്രാവിറ്റി കാരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം എന്ത് പറ്റും? താഴേക്ക് വീഴുന്ന ഒബ്ജക്റ്റിന് നമ്മൾ കൈ വിടുന്ന സമയത്ത്, നമ്മൾ സ്റ്റോൺ താഴേക്ക് ഇടുകയാണ്, കൈ വിടുന്ന സമയത്ത് കുറച്ച് സ്പീഡേ കാണും, ഇനിഷ്യൽ വെലോസിറ്റി. പിന്നെ അത് കൂടി വരും ഈ ഗ്രാവിറ്റി കാരണം. എന്നിട്ട് അത് ഗ്രൗണ്ടിൽ ജസ്റ്റ് ഹിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാക്സിമം വെലോസിറ്റി ആയിരിക്കും. അപ്പം അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. ഇനി നമുക്ക് നോൺ യൂണിഫോം മോഷൻ അതൊക്കെ ഒന്ന് നോക്കാം. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടൈമിൽ, ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യത്തില്ല. അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈംസ് കവർ ചെയ്യുന്നതിനാണ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പം നമ്മുടെ ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരു ബസ്, അല്ല ട്രാഫിക്. അപ്പോൾ അതിന് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കേണ്ടി വരും. ഒരിക്കലും അത് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് അല്ല ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കല്ല് മേളിലേക്ക് എറിയുന്ന സമയത്ത് സ്പീഡ് കൂടി പോയിട്ട്, അല്ല സ്പീഡ് കൂടുന്ന് കുറഞ്ഞ് ഒരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ അത് താഴേക്ക് വരുമ്പോൾ എഗെയിൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം സ്പീഡ് കൂടും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നത്. സോ ഇതൊക്കെ നോൺ യൂണിഫോം മോഷനാണ്. ഇനി യൂണിഫോം മോഷൻ എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം കവർ ചെയ്യും. അതെന്ന് പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാറ് ക്രൂസ് കൺട്രോളിലിട്ട് ഹൈവേ കൂടെ പോകുന്നു. അപ്പം അത് ഒരേ സ്പീഡ് തന്നെ, ക്രൂസ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരേ സ്പീഡ് തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന എന്തിനേയും നമുക്ക് യൂണിഫോം മോഷനിൽ പറയാം. ഇനി പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ. പെൻഡുലം എടുത്താൽ അതിങ്ങനെ ടു ആൻഡ് ഫ്രോ, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. അത് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിലായിരിക്കും ആ മോഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുപോലെ ക്ലോക്കിൻ്റെ ഹാൻഡ് സൂചി എടുത്താൽ മതി, സെക്കൻഡ് സൂചി എടുത്താൽ അത് 60 സെക്കൻഡ് കൊണ്ട് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. അഗെയിൻ വീണ്ടും ഒരേ ടൈം ഇൻ്റർവെല്ലിൽ ഒരേ മോഷൻ ചെയ്തുകൊണ്ടിരിക്കും. എർത്ത് സണ്ണിൻ്റെ അറൗണ്ട് റിവോൾവ് ചെയ്യുന്ന ഒരു വർഷം കൊണ്ട് ഇങ്ങനെ 365 അല്ലെങ്കിൽ 365.25 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് ഇവിടെ വരും, അഗെയിൻ വീണ്ടും. അതാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫ്രീ ഫോൾ ആണ്. ഓക്കെ.
ദ വേവ്സ് വിച്ച് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ഗ്യാസസ് ആർ, ഗ്യാസിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന വേവ്സ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്? ഇങ്ങനെ പോകുന്ന വേവാണ്. അതായത് ഈ ഡയറക്ഷനിലാണ് വേവ് പോകുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ മോഷൻ. അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാവിറ്റി വലിയ വലിയ മാസീവായിട്ടുള്ള ബ്ലാക്ക് ഹോള് അതുപോലെ വലിയ ന്യൂട്രോൺ സ്റ്റാറൊക്കെ നമ്മുടെ സ്പേസിൽ ഇരിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഗ്രാവിറ്റിയുടെ ബെൻഡിങ് ആണ്, വളവാണ്. ഇപ്പോൾ വലിയൊരു ബ്ലാക്ക് ഹോൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് ഉണ്ടാകുന്ന ആ ഒരു വളവിനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്ന വേവാണ് ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് ഒരു എക്സാമ്പിളാണ് എന്ത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് അതിനെപ്പോഴും എന്ത് വേണം, ഇങ്ങനെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് ആയിട്ട് പോകണമെങ്കിൽ അതിന് ഷിയർ സ്ട്രെങ്ത് വേണം. ഓക്കെ, കുറച്ചുകൂടെ ഡെപ്തുള്ള കോൺസെപ്റ്റാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സോളിഡ് എടുക്കുകയാണെന്ന് വെച്ചോ, സോളിഡിന് അല്ലെങ്കിൽ ഒരു ലിക്വിഡിനൊക്കെ എന്തുണ്ട്, സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനോ ലിക്വിഡിനൊക്കെ ഷിയർ സ്ട്രെങ്ത് ഉണ്ട്. ഷിയർ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്. ഈ ഒരു മോളിക്യൂൾ മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പം ഇത് അതിൻ്റെ തൊട്ടടുത്ത മോളിക്യൂളിനെ, ഇവിടെയുള്ള മോളിക്യൂളിനെ കൂടെ വലിക്കും. അതുപോലെ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, അത് താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത മോളിക്യൂളായിട്ട് അതിന് കോൺടാക്ട് ഉള്ളതുകൊണ്ട് അത് എന്ത് ചെയ്യും, അതിനെയും കൂടി താഴോട്ട് വലിക്കും. അങ്ങനെയാണ്. അതായത് ഒരു മോളിക്യൂൾ താഴേക്ക് വരുന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മോളിക്യൂളിനെ താഴേക്ക് വലിക്കും. അപ്പോൾ ഇത് വന്നതിന് ശേഷം ഇത് വരും, അതിനുശേഷം അതിൻ്റെ തൊട്ടുപിറകെയുള്ളത് വരും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോവുകയും പിന്നെ ഇങ്ങനെ പോവുകയും അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഷിയർ സ്ട്രെങ്ത് അതിനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനൊരു മീഡിയം വേണം. അതായത് ഇൻഡാക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന മോളിക്യൂൾസ് ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മീഡിയം വേണം. അതിന് എക്സാമ്പിളാണ് ലിക്വിഡും സോളിഡും ഒക്കെ. ഇതിലൊക്കെ മോളിക്യൂൾസ് വളരെ ഇൻഡാക്റ്റ് ആയിട്ട് അറേഞ്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഷിയർ സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് ഇത് ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്നാൽ ലൈറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലൈറ്റ് എഗെയിൻ ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്. പക്ഷേ ലൈറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ഷിയർ സ്ട്രെങ്ത് യൂസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന വേവുകൾ എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവുകളാണ്. ഓക്കെ, മെക്കാനിക്കലായിട്ടുള്ള ട്രാൻസ്വേഴ്സ് വേവുകളാണ് ഇങ്ങനെ ഷിയർ സ്ട്രെങ്ത് യൂസ് ചെയ്ത് പോകുന്നത്. ലൈറ്റിൻ്റെ കേസ് എടുത്താൽ ലൈറ്റ് ഒരു നോൺ മെക്കാനിക്കൽ വേവാണ്. അത് മൂവ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് അത് മൂവ് ചെയ്യുന്നത്. അതിന് വാക്വത്തിലൂടെയും പോവാം, ഗ്യാസിലൂടെയൊക്കെ പോവാം. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉത്തരം ട്രാൻസ്വേഴ്സ് വേവ് അല്ല, ഇതിൻ്റെ ഉത്തരം ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. പക്ഷേ ട്രാൻസ്വേഴ്സ് വേവിനും ഗ്യാസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് അത് ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ പറയുന്നത്. ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അതിന് ഗ്യാസിലൂടെ വാക്വത്തിലൂടെ ഒക്കെ പോകാൻ പറ്റും. പക്ഷേ അതൊരിക്കലും എന്തുകൊണ്ടല്ല, ഈ ലൈറ്റിന് ഷിയർ സ്ട്രെങ്ത് അല്ല, ലൈറ്റ് ഗ്യാസിന് ഷിയർ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് ലൈറ്റിൻ്റെ പാർട്ടിക്കിളുകൾ ഇങ്ങനെ ആയി പോവുകയല്ല ചെയ്യുന്നത്. പകരം അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്, ഒരിക്കലും അത് മെക്കാനിക്കൽ വേവ് അല്ല. നോൺ മെക്കാനിക്കൽ വേവ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എന്താണ് പ്രൊപ്പഗേഷൻ കാരണമാണ് ലൈറ്റ് അങ്ങനെ പോകുന്നത്. അത് ഗ്യാസ് അല്ലെങ്കിൽ പോകും, അത് ഗ്യാസ് അല്ല വാക്യൂം ആണെങ്കിൽ പോലും അതിന് മീഡിയം ആവശ്യമില്ല. ഓക്കെ, നോൺ മെക്കാനിക്കൽ ആയതുകൊണ്ട്. അപ്പം ഇവിടുത്തെ ഉത്തരം ലോഞ്ചിറ്റ്യൂഡിലാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡിൽ വേവ് വരുന്നതെന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡിൽ വേവ് പോകുന്നത് ഇങ്ങനെയാണ്, റെയർ ഫാക്ഷൻ ദെൻ കംപ്രഷൻസ്. കംപ്രഷനിൽ അടുത്തടുത്തിരിക്കും, ഇങ്ങനെ അടുത്തടുത്തിരിക്കും. ദെൻ അഗെയിൻ റെയർ ഫാക്ഷൻ, കംപ്രഷൻസ് ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണ് വേവ് പോകുന്നതെങ്കിൽ ഈ പാർട്ടിക്കിളുകൾ ഇങ്ങനെയായിരിക്കും. അതായത് പാർട്ടിക്കിളുകൾ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണ്. അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡൽ മോഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് വേവ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സൗണ്ട് വേവ്. സൗണ്ട് വേവ് എങ്ങനെയാണ്, ഇവിടെ ഇപ്പോൾ പാർട്ടിക്കിളുകൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ അതായത് ഇവിടെയുള്ള പാർട്ടിക്കിളുകളെല്ലാം ഇങ്ങോട്ട് നിന്നിട്ട് ഇവിടെ കിടക്കുന്ന പാർട്ടിക്കിളുമായിട്ട് ഇൻടാക്റ്റ് ആവും. അപ്പം ഈ പാർട്ടിക്കിൾ ഒന്നും ഇവിടെ ഇടിക്കുന്ന കാരണം ഇവിടെയുള്ള പാർട്ടിക്കിളുകളായിട്ട് ഇത് കൂടിച്ചേർന്നിട്ട് ഇപ്പുറത്തുള്ള പാർട്ടിക്കിളുകൾ വീണ്ടും ദൂരോട്ട് പോകും. അത് ചെന്ന് അടുത്ത പാർട്ടിക്കിളിൽ ഇടിക്കും, അപ്പോൾ വീണ്ടും കൂടിച്ചേരും, എഗെയിൻ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിന് പക്ഷേ എന്ത് വേണം, ഇതൊരു മെക്കാനിക്കൽ വേവാണ്. ഇത് എന്താണ് ഷിയർ സ്ട്രെങ്ത് കാരണം അല്ല പോകുന്നത്. ഇത് പാർട്ടിക്കിളുകൾ ദൂരെ അറേഞ്ച്ഡ് ആയതുകൊണ്ടും അതുപോലെ മൂവ് ചെയ്യാൻ പറ്റുന്നതും കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. സോ ഗ്യാസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന വേവ് ഏതാണെന്ന് വെച്ചാൽ അത് ലോഞ്ചിറ്റ്യൂഡിൽ വേവാണ്, നമ്മൾ സൗണ്ട് വേവ് പോലുള്ള ലോഞ്ചിറ്റ്യൂഡിൽ. എന്നാൽ വാക്യൂത്തിലൂടെ എന്ത് ചെയ്യത്തില്ല, സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി സ്റ്റേഷനറി വേവ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അനക്കമൊന്നും ഇല്ലാതെ നിൽക്കുന്ന വേവാണ്. അതായത് അതെങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ടാപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ടാപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ടാപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കും.
പക്ഷേ ഈ വെള്ളം മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇതിങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുന്നതൊക്കെ തോന്നും. അതാണ് സ്റ്റേഷണറി വേവ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും അതുപോലെ തന്നെ താഴെ നിന്നും ഒരേ ആംപ്ലിറ്റ്യൂഡിലും ഒരേ ഫ്രീക്വൻസിയിലുള്ള വേവിനെ കടത്തിവിടും. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഈ രണ്ട് വേവും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടൻ്റ് വേവ് മൂവ് ചെയ്യുന്നതായിട്ട് മൂവ് ചെയ്യത്തില്ല. പക്ഷേ വെള്ളം ഇതുവഴി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടാവും, പക്ഷേ ഇത് മൂവ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കും. അതിനെയാണ് സ്റ്റേഷണറി വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനും എന്ത് വേണം? ലിക്വിഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഇവിടെ ലിക്വിഡ് ആവശ്യമാണ് ഈ വെള്ളത്തിന് പോകാൻ. ഗ്യാസിൽ ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ലിക്വിഡ് വേണ്ടി വരും. സ്റ്റേഷണറി വേവ്സിന് ലിക്വിഡ് സോൾട്ട് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. ഗ്രാവിറ്റി ആണെങ്കിൽ ഗ്യാസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് അല്ല. അപ്പോൾ ഗ്യാസിൻ്റെ സഹായത്തോടു കൂടിയല്ല ഒരിക്കലും ഗ്രാവിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ഉത്തരം ലോഞ്ചിറ്റ്യൂഡിലാണ്. സൗണ്ട് ആലോചിച്ചാൽ ലോഞ്ചിറ്റ്യൂഡൽ വേവാണ് ഗ്യാസിൻ്റെ സഹായത്തോടു കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്. സോ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജൻസ് വാസ് വൺ ഓഫ് ദ മേജർ സോഴ്സസ് ഫോർ കോപ്പർ ഫോർ ദ ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സിവിലൈസേഷൻ കോപ്പർ എടുത്തിരുന്ന ഒരു മേജർ സോഴ്സ് ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നമ്മുടെ രാജസ്ഥാനിലെ K3 മൈൻസ്. രാജസ്ഥാനിലെ K3 മൈൻസാണ് മെയിനായിട്ടും ഹാരപ്പൻ സിവിലൈസേഷൻ എന്തെടുത്തിരുന്നത്? കോപ്പർ മൈൻ ചെയ്തെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒമാനിൽ നിന്നൊക്കെ ഹാരപ്പൻ സിവിലൈസേഷൻ കോപ്പർ ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.